കഴിഞ്ഞ ദിവസം ആ സിനിമ റിലീസ് ചെയ്തു. സിനിമയുടെ പേര് പ്രകമ്പനം. ഈ സിനിമയുടെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമോ? മലയാളികളുടെ പ്രിയപ്പെട്ട നവാസ്, കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കലാഭവൻ നവാസ് 6 മാസം മുമ്പ് മരണപ്പെട്ടത്. ആ സിനിമ ഇന്നലെ റിലീസ് ചെയ്തപ്പോൾ അത് കാണാൻ കലാഭവൻ നവാസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രഹ്നയും മക്കളും സിനിമാ തിയേറ്ററിലെത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. മലയാളി ഒരു കാലത്തും മറക്കാത്ത മഹാനായ ഒരു കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. ഓർക്കാപ്പുറത്തുള്ള കലാഭവൻ നവാസിൻ്റെ മരണം മലയാളികളെ മുഴുവൻ സങ്കടപ്പെടുത്തിയതാണ്. ഇന്നും ആ സംഘടനം ഒരിക്കലും പെയ്തു തോരാത്ത ഒരു മഴ പോലെ മലയാളികളുടെ മനസ്സിൽ ഒരു വിങ്ങലോടെ വിതുമ്പി നിൽക്കുന്നുണ്ട്. ആ മരണത്തിന് ശേഷം രഹ്ന നാളിതുവരെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവൻ്റെ അവസാനത്തെ സിനിമ കാണുന്നതിന് വേണ്ടി മക്കളോടൊപ്പം രഹ്നയും സിനിമാ തിയേറ്ററിലെത്തി. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ കണ്ണീര് പെയ്തിറങ്ങുകയായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത്. സിനിമാ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പൊട്ടിക്കരഞ്ഞതാണ് രഹ്ന. അവർ തമ്മിലുള്ള ഇഴയടപ്പം ഇന്നും മലയാളികൾക്ക് ഒരു വിസ്മയമാണ്. ഇത്രത്തോളം ഒരുമിച്ച് സഹവസിച്ച് സന്തോഷത്തോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ട മറ്റൊരു ദമ്പതികൾ ഉണ്ടാവില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അപൂർവവുമാണ്. അത്രത്തോളം സ്നേഹിച്ചവരാണ് കലാഭവൻ നവാസും രഹ്നയുടെയും ദാമ്പത്യ ബന്ധം. ഈ ബന്ധം ഓർക്കാപ്പുറത്തുണ്ടായ കലാഭവൻ നവാസിൻ്റെ മരണത്തോടുകൂടി ഇപ്പോൾ ശരിക്കും ഈ പറഞ്ഞതുപോലുള്ള സങ്കടാവസ്ഥയിൽ തന്നെ തുടരുകയുമാണ്. രഹ്ന ഉറങ്ങാറില്ല, മക്കൾ കണ്ണീര് അടക്കാറില്ല. ആ വീട്ടിലെ കളിയും ചിരിയും തമാശയുമൊക്കെ കലാഭവൻ നവാസ് മരണപ്പെട്ടതോടുകൂടി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു കലാഭവൻ നവാസിൻ്റെയും രഹ്നയുടെയും ദാമ്പത്യത്തിൻ്റെ രഹസ്യം? ആ രഹസ്യം എന്ന് പറയുന്നത് രഹസ്യമല്ല, അത് ശരിക്കും പരസ്യം തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ഇഴുകിച്ചേരുക എന്നുള്ളതാണ് ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ. രഹ്ന ഭർത്താവിനോടും മക്കളോടൊപ്പമുള്ള കുടുംബ ജീവിതത്തിനു വേണ്ടി സിനിമാ ജീവിതം, സീരിയൽ ജീവിതം ഒക്കെ ഉപേക്ഷിച്ച ഒരു കലാകാരിയാണ്. കലാഭവൻ നവാസിനെ പോലെ തന്നെ നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നു രഹ്നയ്ക്കും. വിവാഹത്തിനു മുമ്പ് അതെല്ലാം രഹ്ന ഏറ്റെടുത്ത് ചെയ്തിരുന്നു. പക്ഷേ വിവാഹ ശേഷം മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനുമായി തൻ്റെ ജീവിതം നീക്കിവെക്കാൻ തീരുമാനിച്ചതോടെ രഹ്ന സിനിമ സീരിയൽ ലോകവുമായി വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇഴ എന്ന ഒരു സിനിമയിൽ അവസാനമായി കലാഭവൻ നവാസും രഹ്നയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ആ സിനിമ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ സിനിമ തിയേറ്ററുകളിലും ഓൺലൈനിലുമായി കണ്ടിരുന്നു. അടുത്ത കാലത്ത് രഹ്നയും കലാഭവൻ നവാസും യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നത് ഒരു രോഷപ്രകടനത്തോടു കൂടിയാണ്. അവരുടെ ചങ്കരം കുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ രഹ്നയ്ക്കും കലാഭവൻ നവാസിനും ചേർന്ന് ഒരു സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിനു മുമ്പ് ഭാരതനാട്യം കഴിഞ്ഞ് ഇറങ്ങിയ രഹ്ന സ്കിറ്റിനു വേണ്ടി ഡ്രസ്സ് മാറുന്നതിൽ കുറച്ച് കാലതാമസമുണ്ടായി. താമസിച്ചെത്തിയതുകൊണ്ട് നവാസ് രഹ്നയെ നന്നായി
വഴക്കു പറഞ്ഞു. ആ വഴക്കിന് ശേഷമാണ് പല സ്ഥലങ്ങളിൽ വെച്ച് വീണ്ടും അവർ കണ്ടുമുട്ടുന്നതും രഹിനയുടെ വീട്ടുകാരോട് കലാഭവൻ നവാസിൻ്റെ വീട്ടുകാർ വിവാഹം ആലോചിക്കുന്നതും. ആ വിവാഹം 2 വർഷത്തിന് ശേഷമായിരുന്നു നടന്നത്. പക്ഷേ അതിനുശേഷം അവർ ജീവിതത്തിലെ ഏറ്റവും സ്വർഗീയമായ നിമിഷങ്ങൾ ആസ്വദിച്ചവരാണ്. അവരുടെ കുടുംബവും അവർ തമ്മിലുള്ള സ്നേഹബന്ധവും പിന്നീട് മലയാളികൾക്ക് മറക്കാൻ കഴിയാതെയായി. 17 വർഷം മുമ്പ് ആലുവയിലെ 4-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നെസ്റ്റ് എന്ന ഒരു കൊച്ചു വീട് അവർ രണ്ടുപേരും കൂടി ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരുന്നു. 80 സെൻറ്റ് സ്ഥലത്തെ ഒരു ഒറ്റനില വീട്. ശരിക്കു പറഞ്ഞാൽ അതൊരു മൺവീടാണ്, ഒരു കിളിക്കൂട് പോലുള്ള ഒരു കുഞ്ഞു വീട്. പക്ഷേ അതൊക്കെയായിരുന്നു കലാഭവൻ നവാസിനും രഹിനയ്ക്കും ഇഷ്ടം. ലാളിത്യമുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച അവർ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വീട് നിർമ്മിച്ച് അവിടെ കുടുംബമായി താമസിച്ച് വരികയായിരുന്നു. തഹറിനും റിഹാനും റിദ്വാനുമായി 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ റഹിന ഇപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കി. മറ്റ് 2 കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 1 ചോറ്റാനിക്കര വെച്ച് നടക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിലാണ് കലാഭവൻ നവാസ് തൻ്റെ താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിലെത്തി വീട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഹൃദ്രോഗബാധിതനായി മുറിയിൽ തന്നെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. അതുണ്ടാക്കിയ ഷോക്ക് ചില്ലറയൊന്നുമല്ല. കലാലോകം മാത്രമല്ല, സാധാരണക്കാർ പോലും ഞെട്ടലോടെയാണ് ആ മരണവാർത്ത കേട്ടത്. കലാഭവൻ നവാസിൻ്റെ അരുമയുള്ള മുഖം കാണുമ്പോഴൊക്കെ മലയാളികൾ വിതുമ്പാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. കാരണം ആ മരണം മലയാളികൾ ആഗ്രഹിച്ചിരുന്നതല്ല. അതിനുശേഷം രഹ്ന തൻ്റെ വീട്ടിൽ ഇദ്ദ പീരീഡിലായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞിട്ടും വീടിന് പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെയാണ് രഹ്നയുടെ ജീവിതം ഇപ്പോഴും തുടരുന്നത്. മക്കൾക്ക് വേണ്ടി മക്കളെ സ്നേഹിച്ച് രഹ്ന അവരോടൊപ്പം ജീവിക്കുന്നു. പക്ഷേ ആ വീട്ടിൻ്റെ വിളക്കായിരുന്ന നവാസ് ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം പരലോകത്തേക്ക് പോയതിൻ്റെ സങ്കടം അവർക്കാർക്കും ഒരു കാലത്തും മറക്കാൻ കഴിയുന്നതല്ല. ഈ പ്രകമ്പനം എന്ന സിനിമയിലെ ഏറ്റവും നല്ല ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് തീർത്തതിന് ശേഷമാണ് കലാഭവൻ നവാസ് കലാലോകം തന്നെ വിട്ടു പോയത്. കലാലോകം വിട്ടുപോയതിനു ശേഷമാണ് ആ ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യം മലയാളികളൊക്കെ അറിഞ്ഞതും മനസ്സിലാക്കിയതും. രഹ്നയെ ഇപ്പോഴും മലയാളികൾ കലാഭവൻ നവാസിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ശിഷ്ട ജീവിതം സങ്കടങ്ങളിലില്ലാതെ അവർ മുന്നോട്ട് നയിക്കണം എന്ന് മലയാളികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ ചാനലും ആ പ്രാർത്ഥന ഏറ്റെടുക്കുന്നു. നന്ദി.